ഈ ഭാരതത്തിൽ നിന്നാണ് വിശ്വത്തിന്റെ നാനാഭാഗത്തേക്കും ഈ സംസ്കാരധാര, ഈ ബോധധാര, ഈ ജ്ഞാനധാര ഒഴുകിപ്പോയിട്ടുള്ളത്. ഇതിന് കാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രമുഖന്മാരായിട്ടുള്ള മഹർഷിമാരാണ്. അവര് അന്തരാത്മാവിലേക്ക് തിരിഞ്ഞു നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഉപനിഷത്തുകൾ അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ മാംസനിർമ്മിതമായ ഹൃദയമല്ല, ഇതിന്റെ എല്ലാത്തിന്റെയും പുറകിൽ വർത്തിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ വർത്തിക്കുന്ന ബ്രഹ്മം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ആത്യന്തിക സത്യത്തിൽ നിന്ന്, പാരമാർത്ഥികതയിൽ നിന്ന് മനുഷ്യൻ എന്ന ഒരു ഉപകരണത്തിന്റെ ജിഹ്വയിലൂടെ പുറത്തേക്ക് വന്ന സത്യങ്ങളാണ്. ഈ സത്യങ്ങള് ഏറ്റവും ഉയർന്ന ഭൗതിക മേഖലയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി ഇത് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി തന്നെ മഹർഷിമാര്, വാത്മീയെ പോലുള്ള ആളുകളെ ഇത് ലഘൂകരിച്ച് എഴുതിയിട്ടുള്ളതാണ് രാമായണം പോലെയുള്ള ഇതിഹാസങ്ങൾ, മഹാകാവ്യങ്ങൾ. വാത്മീകി എഴുതിയിട്ടുള്ള ആയിരക്കണക്കിന് ശ്ലോകങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിനെ എഴുത്തച്ഛൻ, നമ്മുടെ ഭാഷാപിതാവ് 17ാം നൂറ്റാണ്ടിന്റെ അവസാനം തോന്നും മലയാള ഭാഷയ്ക്ക് ഒരു അസ്ഥിവാരം ഉണ്ടാക്കുകയും മലയാളത്തിന്റെ പുതിയ ലിപി സഞ്ചയത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത എഴുത്തച്ഛൻ വളരെ ഭക്തിപ്രസ്ഥാനമൊക്കെ ആരംഭിക്കുന്ന 13ാം നൂറ്റാണ്ടിലാണ്. വേദകാലത്തിന് ശേഷം അങ്ങനെ വന്നിട്ട് കാശ്മീരില് 13ാം നൂറ്റാണ്ടിലെ നഗ്നസന്യാസിനിയായിട്ടുള്ള ലല്ലേശ്വരിയിൽ നിന്നാണ് വീണ്ടും ഭക്തിപ്രസ്ഥാനം വരുന്നത്. ആ സമയത്ത് തന്നെ ഇവിടെ കേരളത്തിലെ ചെറുശ്ശേരി കൃഷ്ണദാസ് എഴുതുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് കുഞ്ചൻനമ്പ്യാരെ പോലുള്ള വലിയ കവികളുണ്ടെങ്കിലും ഭാഷാ പിതാവായിട്ട് നമ്മൾ എഴുത്തച്ഛനാണ് ആരാധിക്കുന്നത്. ഈ എഴുത്തച്ഛന്റെ സ്വാധീനം ഇന്നും മലയാള കവിതയിലുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള പല ഇത്തരം കൃതികളില് ചിന്താരത്നം, ഹരിനാമകീർത്തനം, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഗഹനമായിട്ടുള്ള സംഭവമാണ് ചിന്താരത്നം. അങ്ങനെ അതൊട്ടും ജനപ്രിയമായിട്ടില്ല, കാരണം അത് ഹെവി ആയതുകൊണ്ട്. ഹരിനാമകീർത്തനം വളരെ പോപ്പുലറായി. പിന്നെ പി ജെ പോലുള്ളവർ പാടി മധുരമായിട്ട് ആലപിക്കുകയും അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കുറെ പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുകൂടെ എല്ലാം പറയുന്നത് അദ്വൈത തത്വമാണ്. രണ്ടാമതൊന്നില്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ജീവബ്രഹ്മ ഐക്യമാണ് അതിനകത്തൂടെ പറയുന്നത്. ജീവാത്മാവായിട്ട് ബ്രഹ്മത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള എല്ലാം ദുഃഖത്തിന് അടിമകളായിപ്പോയി. കാരണം എന്താണ്? അവർ ഈ ശരീരമാണ് ഞാൻ എന്ന് കരുതുന്നുകൊണ്ടാണത്. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ പുറകില് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിടുന്ന പൊരുൾ താൻ എന്നുരപ്പളവിൽ എന്ന് പറഞ്ഞിട്ട് അത് ലഘൂകരിക്കാവുന്നതിന്റെ അത്രയും ലഘൂകരിച്ചിട്ട് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾക്കും പുറകിലും മനസ്സാകുന്ന കണ്ണ്, ഈ മനസ്സാകുന്ന കണ്ണിനും പുറകിലിരിക്കുന്ന ഒരു കണ്ണാണത്. അതാണ് ഈ അകക്കണ്ണെന്ന് പറയുന്നത്. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറയുന്നുണ്ട്. ആശാനെത്തിയാൽ മാത്രം പോരാ, ഒരു ഗുരുവിന്റെ കൃപ വേണം. ഗുരു എന്ന് പറയുന്നത് പുറമേയുള്ളൊരു മനുഷ്യനല്ല, ഒരു ഗുരു തത്വമാണ്. അത് നമ്മൾ പറയുന്ന ഈ ബ്രഹ്മം തന്നെയാണ്. അതിനെ ഉണർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അത് ജന്മജന്മാന്തരങ്ങളിലൂടെ സാധിച്ചിട്ടുള്ള കൃപയിലൂടെ മാത്രം സാധിക്കുള്ളൂ. പക്ഷെ അതിനൊരു തുടക്കം ഇടാനായിട്ട് ഇതേമാതിരിയുള്ള രാമായണ പാരായണങ്ങളും ഇത്തരത്തിലുള്ള ആധ്യാത്മിക സദസ്സുകളും തീർച്ചയായിട്ടും ഉപകരിക്കും. അവസാനം